നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ NDA അധികാരത്തിൽ ഏറിയിട്ട് ഒരു വ്യാഴവട്ടം പൂർത്തിയായിരിക്കുന്നു. 2014 മെയ് 26-നാണ് നരേന്ദ്രമോദി ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റത്. 2014 അധികാരത്തിൽ എത്തിയ ശേഷം 2019-ലും 2024-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദവിയിൽ തുടരുകയാണ്. സർക്കാർ തലവനായി മോദി 8931 ദിവസം ആണ് പിന്നിട്ടിട്ടുള്ളത്. ഗുജറാത്ത് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ പദവികൾ കൂട്ടിയാൽ അധികാര കസേരയിൽ മോദി 1/4 നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2001 ഒക്ടോബർ 7-നാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റത്. 2014 മെയ് 21 വരെ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. 13 വർഷത്തിലേറെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധം ലോക സമ്പദ്ഘടനയെ തകിടം മറിച്ചിരിക്കുന്ന സമയത്താണ് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിലെ ഭരണവാർഷികം കൂടി കടന്നുപോകുന്നത്. ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തികൾ പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ഇന്ധനവില കുത്തനെ കൂട്ടുകയും ചെയ്തപ്പോൾ 2.5 മാസക്കാലം പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാതെ സമ്പദ്ഘടനയെ തകർച്ചയിലേക്ക് തള്ളിവിടാതെ കരുതലോടെ മുന്നോട്ടു പോകാൻ മോദിയുടെ നേതൃപാടവത്തിന് സാധിച്ചു. മറ്റ് രാജ്യങ്ങൾ ഇന്ധനവില ഇരട്ടിയോളം വരെ വർദ്ധിപ്പിച്ചപ്പോൾ ഇന്ത്യയിൽ ചെറിയ ശതമാനം മാത്രമാണ് ഇപ്പോഴും കൂട്ടിയിട്ടുള്ളത്. ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയും ഇന്ധനവാഹിനി കപ്പലുകളുടെ യാത്ര വിലക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിലേക്ക് ടൺ കണക്കിന് ഇന്ധനവുമായി നിരവധി കപ്പലുകളാണ് യാത്ര ചെയ്തത്. ഭയാനകമായ ആ യാത്രയിൽ ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾ കാവലൊരുക്കിയപ്പോൾ ലോകത്തിനു മുന്നിൽ നമ്മുടെ സൈനിക കരുത്ത് ഒരിക്കൽ കൂടി വിളിച്ചോതുന്നതായി. യുദ്ധം നീളുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാതെ സ്വയം നിയന്ത്രിക്കാനാണ് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. രാജ്യത്തിന് നേരെ ഉയരുന്ന ഭീകരശക്തികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ശത്രുവിനെ അവരുടെ പാളയത്തിൽ നേരിട്ടെത്തി വകവരുത്തുക. അത് അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഒന്നിനു പിന്നാലെ ഒന്നായി മാർക്ക് ചെയ്തു. ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന അതേ സമയത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നു കയറി ആ ഭീകര കേന്ദ്രങ്ങൾ ഓരോന്നായി തകർത്തെറിഞ്ഞു. അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ സൈനികരുടെ തിരിച്ചടിയെ യുദ്ധവിദഗ്ധർ വിലയിരുത്തിയത് ഒരു ക്ലിനിക്കൽ സർജറിയുടെ സൂക്ഷ്മത എന്നായിരുന്നു. കണ്ണടച്ചു തുറക്കും മുമ്പേ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ആണ് ഇന്ത്യൻ സേന തരിപ്പണമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷികത്തിന് പിന്നാലെയാണ് ഭരണത്തിൽ നരേന്ദ്രമോദി ഏറിയതിൻ്റെ 12ാം വാർഷികം എന്ന പ്രത്യേകതയുമുണ്ട്. പ്രതിരോധ രംഗത്തെ സ്വദേശിവൽക്കരണം, നക്സൽ ഭീഷണിയെ ഇല്ലാതാക്കി, ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 പിൻവലിച്ചു. അങ്ങനെ നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് മോദി സർക്കാർ. കഴിഞ്ഞ 12 വർഷത്തിനിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അടക്കം രാജ്യം അഭൂതപൂർവമായ വളർച്ചയാണ് കൈവരിച്ചത്. ലോക സാമ്പത്തിക ശക്തികളിൽ 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ വളർന്നു. GST പരിഷ്കാരം, ഡിജിറ്റൽ ഇന്ത്യ, ക്ഷേമ പദ്ധതികൾ അങ്ങനെ നീളുന്നു ആ നേട്ടങ്ങളുടെ പട്ടിക. ഇതിനിടെ ഇരട്ട എഞ്ചിനുകൾ എന്ന പ്രചാരണത്തിലൂടെ പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു കയറാൻ BJPക്കും സാധിച്ചു. പശ്ചിമ ബംഗാൾ പിടിച്ചതും കേരളത്തിൽ 3 സീറ്റ് നേടിയതും അസമിലും പുതുച്ചേരിയിലും ഭരണ തുടർച്ചയുണ്ടായതും കേന്ദ്ര സർക്കാരിൻ്റെ മികവ് കൊണ്ടുകൂടിയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിക്കാത്ത പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കലിന് പ്രധാനമന്ത്രി തന്നെയാണ് രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് വൻ ആഘോഷ പരിപാടികളിലേക്ക് ഈ 12ാം വാർഷികത്തിൽ BJP കടക്കുന്നില്ല. എങ്കിലും രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് കേന്ദ്രം തയ്യാറെടുക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിമാർ, BJP നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ എന്നിവർ പൊതുജനങ്ങളിലേക്ക് നേരിട്ട് എത്തും. വിവിധ മേഖലകളിലെ സർക്കാർ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടും. വരുന്ന ആഴ്ചകളിൽ
സംസ്ഥാനങ്ങളിൽ ഉടനീളം പത്രസമ്മേളനങ്ങൾ, പൊതുയോഗങ്ങൾ, മാധ്യമങ്ങളുമായുള്ള സംവാദം, ഗുണഭോക്തൃ സമ്പർക്ക പരിപാടികൾ എന്നിവ നടത്തും. പ്രചാരണത്തിൻ്റെ ഭാഗമായി മുതിർന്ന നേതാക്കൾക്ക് പ്രത്യേക വിഷയങ്ങളും സംസ്ഥാനങ്ങളും ഇതിനോടകം തന്നെ ഏൽപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. ജനസമ്പർക്ക പരിപാടിയെ 5 ബൃഹത് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവയിൽ തന്നെ 22 ഉപവിഷയങ്ങൾ കേന്ദ്രീകൃത ആശയവിനിമയത്തിനായി തെരഞ്ഞെടുത്തിട്ടുമുണ്ട്. ലോക് സേവാ വിഭാഗത്തിന് കീഴിൽ ദരിദ്രർ, കർഷകർ, മധ്യവർഗം, ആരോഗ്യ സേവനങ്ങൾ എന്നിവയുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആയിരിക്കും ഉയർത്തിക്കാട്ടാൻ സർക്കാർ പദ്ധതിയിടുന്നത്. സശക്തി കിരൺ വിഭാഗത്തിൽ സ്ത്രീ ശാക്തീകരണം, യുവജന ശാക്തീകരണം, പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, കർഷക ശാക്തീകരണം എന്നിങ്ങനെയുള്ള വിഷയങ്ങളും ഉയർത്തിക്കാണിക്കും. രാഷ്ട്ര നിർമ്മാൺ വിഭാഗത്തിൽ സാമ്പത്തിക വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബിസിനസ് ചെയ്യുന്നതിനുള്ള സാഹചര്യം, ജീവിത സൗകര്യം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം തുടങ്ങിയ വിഷയങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാഷ്ട്രപ്രഥം വിഭാഗത്തിന് കീഴിൽ ദേശീയ സുരക്ഷ, ഇന്ത്യയുടെ വിദേശ നയം, ഭീകരവിരുദ്ധ നടപടികൾ, നക്സലിസത്തിന് എതിരായ നടപടികൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചയാക്കും. വിരാസത് ഭി വികാസ് ഭി എന്ന് പേരിട്ടിരിക്കുന്ന 5ാമത്തെ വിഭാഗത്തിൽ പൈതൃക സംരക്ഷണം, പരിസ്ഥിതി, സംസ്കാരം, വന്യജീവി സംരക്ഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ പ്രധാന മന്ത്രാലയത്തിൻ്റെയും മേഖലയുടെയും നേട്ടങ്ങൾ ഘടനാപരവും ഏകോപിതവുമായ രീതിയിൽ ഏറ്റവും താഴെത്തട്ടിൽ വരെ എത്തുന്ന തരത്തിൽ ആണ് ഈ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷത്തെ സർക്കാരിൻ്റെ ഭരണമാതൃകയെ അടിവരയിടുന്നതിനായി ഡേറ്റ, മുൻനിര പദ്ധതികൾ, നിർവഹണ രേഖകൾ, താരതമ്യ സൂചകങ്ങൾ എന്നിവ മന്ത്രിമാർ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, സാമൂഹിക സംഘർഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രതിപക്ഷ വിമർശനങ്ങളെ നേരിടുന്നതിനോടൊപ്പം ക്ഷേമ പദ്ധതികൾ, ഡിജിറ്റൽ മേഖലയുടെ വളർച്ച, അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികാസം, ആഗോള മേഖലയിലെ രാജ്യത്തിൻ്റെ ഉയർച്ച, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സാമൂഹിക മേഖലയിൽ വന്നിട്ടുള്ള പദ്ധതികൾ എന്നിവ സംബന്ധിച്ചും വലിയ തോതിൽ ക്യാമ്പയിനുകൾ നടത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ധീരമായ തീരുമാനങ്ങളും സുതാര്യമായ ഭരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനിയും ഏറെ മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്നാണ് മോദി ആരാധകരുടെ ആശംസ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.